നമസ്കാരം. ഇന്റർവ്യൂ റൂമിൽ എന്നോടൊപ്പം ശ്രീ വി ഗോപാലകൃഷ്ണൻ IPS AIG റിട്ടയർഡ്. സ്വാഗതം സർ. വന്ദേ മാതരം. സാർ, നമ്മൾ ഒരു വിമാനം വന്നത്, അതായത് F-35 യുദ്ധവിമാനം, നമ്മൾ ലോകോത്തരം എന്ന് പറഞ്ഞ് മാധ്യമങ്ങളെല്ലാം ആഘോഷിക്കുന്നു. ബ്രിട്ടൻ്റെ അഭിമാനം എന്ന് തന്നെ പറയാം. ആ ഒരു അഭിമാന വിമാനം ഇവിടെ എത്തിയിട്ട് ഏതാണ്ട് 10-15 രണ്ടാഴ്ചയിലേറെ ആയിട്ടുണ്ട്. ഒന്ന് അനങ്ങാൻ പോലും പറ്റാതെ വെയിലും മഴയും എല്ലാം കൊണ്ട് തിരുവനന്തപുരത്തെ എയർപോർട്ടിൽ Bay 4 കിടക്കുകയാണ്, VIP ഇതിനകത്ത്. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ പല തരത്തിലുള്ളൊരു ചർച്ചകൾ നമ്മൾ ഇതിനോട് മുമ്പ് തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യ പൂട്ടിയതാണോ, അതോ ബ്രിട്ടൻ്റെ ഈ ഒരു വിമാനത്തിൻ്റെ സാങ്കേതിക തകരാറാണോ, എന്താണ് കാരണമെന്നറിയില്ല. ഇപ്പോഴും അത് തുടരുകയാണ്. ഇതിനിടയിൽ തന്നെ മറ്റൊരു ചർച്ചകൾ വന്നായിരുന്നു. ഇതിനി വിദഗ്ധ സംഘം വന്നിട്ട് പരിശോധിച്ചിട്ട് നന്നായിട്ടില്ല എങ്കിൽ എയർലിഫ്റ്റ് ചെയ്യും, അതായത് C-17 ഗ്ലോബ് മാസ്റ്റർ അവരുടെ അതുവഴി കൊണ്ടുപോകും, എയർലിഫ്റ്റ് ചെയ്യും എന്നൊക്കെ പറയപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ബ്രിട്ടൻ തന്നെ ഔദ്യോഗികമായിട്ട് ഹാങ്ങറിലേക്ക് മാറ്റാം, അറ്റകുറ്റപ്പണികൾക്കായി മാറ്റാമെന്ന് പറഞ്ഞു. ആദ്യമൊക്കെ വിസമ്മതിച്ചിരുന്നു. അതായത് ഇന്ത്യ മറ്റൊരു രാജ്യത്തെ ഹാങ്ങറിലേക്ക് മാറ്റുന്നതിൽ പ്രോട്ടോകോൾ പ്രകാരം കുറച്ച് തെറ്റുകളുണ്ട്. അതുപോലെ തന്നെ ഒരു സ്റ്റെൽത്ത് വിമാനം അങ്ങനെ കയറ്റാൻ കുറച്ച് പാട് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവർ. അപ്പോൾ ഇതെല്ലാം മറികടന്നാണ് ഇപ്പോൾ ഒടുവിൽ ബ്രിട്ടീഷ് അവരുടെ ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് ഇതിനകത്ത് സമ്മതിച്ച് ഇന്ത്യക്കൊപ്പം നമ്മൾ വഴങ്ങുന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും. നമ്മൾ നേരത്തെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയാണ്. എന്താണ് സാർ തോന്നുന്നത് ഇപ്പോൾ ഇത് ഇങ്ങനെ നിൽക്കുന്നത്? എന്തെങ്കിലും അവർക്ക് എന്താണ് ആശങ്ക ഇതിനകത്തുള്ളത്? ഈ അവർ ബ്രിട്ടീഷുകാർ ചെയ്യേണ്ടിയിരുന്നത് ഈ പഴയ ഞങ്ങൾ പണ്ട് എൻ്റെ ഉപ്പാപ്പിന് അല്ലെങ്കിൽ ഞങ്ങളുടെ മറ്റ് പഴയ രാജ്ഞിയുടെ കീഴിൽ നിങ്ങൾ കിടന്നതാണ്, ഞങ്ങളുടെ രാജ്ഞിക്ക് മുതലേ ഉണ്ടായിരുന്നു, ആനയുണ്ടായിരുന്നു, അതൊക്കെ വിട്ടിട്ട് അതവരെ ഒരിക്കലും വിടില്ല. എനിക്ക് പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഒന്നുമില്ല. ഈ ബ്രിട്ടീഷുകാർ പൊതുവേ ഉള്ളിൻ്റെ ഉള്ളിൽ പരമ കണ്ടംപ്ച്വസ് ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ഇന്ത്യൻസിനോട് പ്രത്യേകിച്ച് ഇന്ത്യ. നോട്ട് ടുവേഴ്സ് പാകിസ്ഥാൻ അവരുടെ സ്റ്റൂജാണ്. അപ്പോൾ അതൊക്കെ വിട്ട് ഞങ്ങളുടെ ഫ്ലൈറ്റ് വന്നു, ഞങ്ങളുടെ ഭാഗത്തൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അതൊന്നും പത്രത്തിൽ പറയണ്ടല്ലോ, അത് ഞങ്ങളുടെ പയ്യൻ അങ്ങനെ ചെയ്തപ്പം വന്നതാണ്, നിങ്ങൾ അങ്ങനെ വരാൻ പാടില്ലായിരുന്നു, അപ്പോഴാണ് നിങ്ങൾ ഞങ്ങൾക്ക് പണി തന്നത് എന്നുള്ള കാര്യം അങ്ങ് അഡ്മിറ്റ് ചെയ്തിട്ട് അതിനെ ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള വഴിയല്ലേ നോക്കേണ്ടത്. അപ്പോൾ ഇത് ഇപ്പോൾ പലരും ഇങ്ങനെ S-400 ഇവിടെ കേരളത്തിൽ ഇല്ല എന്നൊക്കെ. S-400 ഇത് F-35B ആണ്, നേവൽ വെർഷനാണ്, അല്ലാത്ത റെഗുലർ ഫൈറ്റർ ജെറ്റ് അത് വേറെ സീരീസാണ്. ഇത് ബി നേവൽ വെർഷൻ. അപ്പം ഇവിടെ S-400 ഇല്ല, ഉണ്ട് എന്നൊക്കെ ഭയങ്കര ചൂട് പിടിച്ച ചർച്ച നടക്കുകയാണ്. F-400 ഉടനെ വരും. ഇതൊക്കെ ഈ ഫിറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ അടുത്തോ എൻ്റെ അടുത്തോ ഒക്കെ ഇന്ത്യൻ എയർഫോഴ്സ് പറഞ്ഞിട്ടാണ്. നമ്മളങ്ങനെ ആ ഡിസ്കഷനിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിക്കാണും. അല്ല ചുമ്മാ നമ്മൾ വാഷിങ്ടൺ പോസ്റ്റ് വായിച്ചിട്ട് S-400 ആണ് ഇവിടെ വെച്ചിരിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് ഇപ്പം ഈ വേദിയിൽ ഈ പ്ലാറ്റ്ഫോമിൽ പറയാൻ പറ്റാത്ത രീതിയിൽ എവിടുന്നെങ്കിലും എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടായിരിക്കും ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞത്. ഇവിടെ ഉണ്ട്, S-400 ഉണ്ട്, എന്തൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ളത് അത് നമ്മുടെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള രഹസ്യമാണ്. അപ്പോൾ അതൊന്നും അറിഞ്ഞുകൂടാതെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവൻ വന്നതായിരിക്കും. കാരണം ഈ പ്ലെയിൻ അതുവഴി പോകുമ്പോൾ കപ്പൽ അതുവഴി പോകുമ്പോൾ ഇവിടുന്ന് 100 കിലോമീറ്റർ 100 നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ അബൌട്ട് 200 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇത് പോകുന്നത്. ഇൻ്റർനാഷണൽ വാട്ടേഴ്സിൽ കൂടെ ആയിരിക്കണം ആ ഷിപ്പ് പോയത്, എയർക്രാഫ്റ്റ് കരിയർ. അപ്പം അതിൽ നിന്ന് മറ്റേ ഇന്ധനം തീർന്നു പോയി എന്ന് പറഞ്ഞാൽ അത് തന്നെ കള്ളത്തരമാണ്. കാര്യം ഇത് നമ്മളത്ര പോഴന്മാരാണ് ഇവിടെ ഉള്ളൊരു വിശ്വസിക്കുന്നത്. ഇന്ധനം നമ്മുടെ ഡിഫൻസ് പേഴ്സണലിൻ്റെ അടുത്ത് പറഞ്ഞത് അതായിരിക്കില്ല എന്ന് പറഞ്ഞാൽ അവർക്കതറിയാം, ഇന്ധനം തീർന്നാണ്. നീ പിന്നെ അങ്ങോട്ട് തിരിച്ചു പോകാത്തത്, പിന്നെ ഇങ്ങോട്ടൊന്ന് ഇന്ധനം തീർന്നു. അങ്ങനെ ഇന്ധനം ഈ നമ്മുടെ കാറിൽ പോലും ഇന്ധനം തീരാൻ പോകുമ്പോൾ നമുക്കറിയാം എത്രയാണ്. അപ്പം അങ്ങനെ ഇന്ധനം തീർന്ന ഒരു സാധനം ഇവിടെ കൊണ്ട് ക്രാഷ് ലാൻഡ് ചെയ്തതല്ല. അത് എനിക്ക് അന്ന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് അപ്പം നമുക്കും പല ആളുകൾ ഇന്ത്യൻ എയർഫോഴ്സിലോ
അല്ലെങ്കിൽ ഡിഫൻസ് മിനിസ്ട്രിയിലോ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ കാണുമല്ലോ, നമ്മുടെയൊക്കെ ബന്ധുക്കളോ പരിചയക്കാരോ. അപ്പോൾ നമ്മൾ കാഷ്വൽ ടാക്കിന് വല്ലതൊക്കെ നമ്മൾ ചോദിച്ചെന്നിരിക്കും, അവർ ചിലപ്പോൾ വല്ലതും പറഞ്ഞെന്നിരിക്കും. അവരുടെ പേരൊന്നും നമ്മൾ പറയാത്തിടത്തോളം കാലം, സോഴ്സ് വെളിപ്പെടുത്താവുന്ന കാലം അതിനകത്ത് വിഷയമൊന്നുമില്ല. നമുക്ക് കിട്ടിയ ഇത് പറയാം. അല്ലെങ്കിൽ തന്നെ നമ്മളന്ന് ആദ്യം പറഞ്ഞു, ഇന്ത്യയിൽ നിന്ന് നമ്മളാണ് ആദ്യം പറഞ്ഞത് S-400 ട്രയംഫ് ഉപയോഗിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് ലോക്ക് വന്നിട്ടുള്ളത്. അത് എങ്ങനെ ലോക്ക് ചെയ്യും, എന്ത് ചെയ്യും എന്നൊന്നും നമുക്കറിഞ്ഞൂടാ, അത് ടെക്നിക്കൽ മാറ്റേഴ്സാണ്. അപ്പം അത് ഫ്ലൈ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ടെക്നിക്കലായിട്ട് എങ്ങനെ അതിനെ ലോക്കാക്കിയതാണ്. അതിന് അത്രയും സംവിധാനം ഇന്ത്യക്കാർക്ക് ഇല്ല എന്നവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ബ്രിട്ടീഷുകാരും അവരുടെ കൂടെയുള്ള നാറ്റോ അല്ലെങ്കിൽ അവരുടെ വലിയേട്ടൻ USA, അവർ ചിലപ്പോൾ ഇനി അവർ നമ്മളെ ഇവിടുത്തെ എയർ ഡിഫൻസ്, ആൻറ്റി എയർ ഡിഫൻസ് മെക്കാനിസം ടെസ്റ്റ് ചെയ്തതായിരിക്കാം, വി ഡോണ്ട് നോ. പക്ഷേ പണി കിട്ടി. അത് ആണ് ഇവിടെ കൊണ്ടിട്ടത്. പിന്നെ എടുത്ത് അതിനെ പൊക്കിയെടുത്ത് അങ്ങ് പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ശരത്ത് പറഞ്ഞ പോലെ അതിന് ചില പ്രോട്ടോക്കോളോ ഇതൊക്കെ ഉണ്ട്. അവർ അതിൻ്റെ സീക്രട്ടൊന്നും ഈ ഇന്ത്യൻ IF-ൻ്റെ അടുത്ത് പറയേണ്ട, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അടുത്ത് പറയേണ്ട കാര്യമില്ല. ബട്ട് അത് മാറ്റണമെങ്കിൽ ചില പ്രോട്ടോക്കോളുണ്ട്. പിന്നെ ഹാങ്ങറിൽ ഇട്ടാലും ഇന്ത്യക്കാരെവിടെയെങ്കിലും ഇല്ലാതെ എന്നുവെച്ചാൽ നമ്മളെ അത് ഈ ഓപ്പൺ ചെയ്യുമ്പോഴും അതിൻ്റെ പണി ചെയ്യുമ്പോഴും എല്ലാം ഇത് ഇന്ത്യൻ ടെറിട്ടറിയാണ്. അപ്പോൾ ഇന്ത്യൻ ഓഫീസേഴ്സ് തീർച്ചയായിട്ടും അവിടെ അടുത്ത് നിൽക്കും. അപ്പോൾ അവർക്ക് അടുത്തും പോലും നിൽക്കാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. നമ്മളിങ്ങനെ ആവാഹിച്ചെടുത്തു പോകും എന്നുള്ള ഒരു ഇതിലാണ് അവർ പറയുന്നത്. നമ്മുടെ ആളുകൾ അവിടെ കാണും. അപ്പോൾ എൻ്റെ ഒരു റീഡിങ്ങിൽ അവരിവിടെ വെച്ചൊന്ന് അഴിക്കുകയെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അഴിക്കുകയും പിടിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആളുകളും കൂടെ നിൽക്കും. എന്നുവെച്ചാൽ നമ്മുടെ പ്രോപ്പർട്ടിയല്ലേ, നമ്മുടെ സ്ഥലമല്ലേ. അഥവാ നമ്മളെന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കിയാൽ തന്നെ ഉടനെ നമ്മളതെടുത്ത് റഷ്യക്ക് കൊടുക്കും എന്ന വിചാരിച്ചാണല്ലോ അവർ ഈ ഇതൊക്കെ കാണിക്കുന്നത്. ഈ എന്താ പറയുന്നത്, മലയാളത്തിൽ കോപ്പരാട്ടികളെന്ന് പറയും, ബ്രിട്ടീഷുകാരുടെ കോപ്പരാട്ടികൾ കാണിക്കുന്നത് അതുകൊണ്ടാണല്ലോ. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു റീഡിങ്ങിൽ ഇത് ഇവിടെ വെച്ച് അഴിച്ച് പരിശോധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരിത് കൊണ്ടുപോകും. ഒന്നീ C-130 മറ്റേ ലാർജസ്റ്റ് ഹെർക്കുലീസിലോ അല്ലെങ്കിൽ ഇതിനെ ലാൻഡ് വഴി ട്രാൻസ്പോർട്ട് ചെയ്ത് എയർക്രാഫ്റ്റ് കരിയർ തന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി വിഴിഞ്ഞത്തോ അല്ലെങ്കിൽ അപ്പുറത്തോ ഇട്ടിട്ട് കൊണ്ടുപോകാനാണ്, കടൽ വഴി കൊണ്ടുപോകാനാണ് സാധ്യതയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇവിടെ വെച്ച് അഴിക്കുകയും പിടിക്കുകയൊന്നും വേണ്ടല്ലോ. വലിയ രഹസ്യങ്ങൾ, അങ്ങനെ രഹസ്യങ്ങളുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ നോക്കിയാൽ ചോർന്നു പോകുന്ന രഹസ്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ വെച്ച് അഴിച്ച് അവർ പണിയൊന്നും തോന്നുന്നില്ല. എന്തായാലും അവർക്ക് വലിയ നാണക്കേടായി. ഇത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ കാനഡയ്ക്ക് പറ്റിയതുപോലെ ഒരു വലിയ നാണക്കേടായി. നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് ഇവിടെ വന്ന് കയറിയതാണ്. അത് കുഡോസ് ടു അവർ ഡിഫൻസ് പേഴ്സണൽ, ആൻറ്റി എയർ ഡിഫൻസ് മെക്കാനിസം. അത് മാൻ ചെയ്യുന്ന പേഴ്സണലിന് കുഡോസ്. ഇതൊരു ടോപ്പ് സീക്രട്ടാണ്. അതായത് പൊതുജനങ്ങൾക്ക് വളരെ കുറച്ച് മാത്രം അറിയാൻ പറ്റും. എനിക്ക് തോന്നുന്നു നമ്മൾ സാറ് നേരത്തെ പറയുന്ന സാറിൻ്റെ ഇൻഫ്ലുവൻസ് എല്ലാം വെച്ച് കിട്ടിയ ചില വിവരങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ഈ ചർച്ച തന്നെ മുന്നോട്ട് പോയത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ പൈലറ്റ് വന്ന, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പ്രശ്നം വന്നപ്പോൾ തന്നെ അവിടെ നിന്ന് ഇരിക്കുന്നു. ഒരു വല്ലാത്തൊരു, നമ്മൾ ശ്രദ്ധിക്കാൻ മനസ്സിലാവും, അവിടെ നിന്ന് മാറുന്നു, ഒരു കസേര എടുക്കാൻ പറയുന്നു, അവിടെ ഇരിക്കുന്നു, അതിനുശേഷം മാറുന്നു, പുതിയ പൈലറ്റ് വന്നതിന് ശേഷം മാറുന്നു, അയാൾ ഈ പ്രവൃത്തി ചെയ്യുന്നു. ഇന്ത്യ ഇപ്പോഴും എല്ലാം കൊണ്ടും ഇവിടെ സംയമനത്തോടെ ഇതിനകത്ത് പെരുമാറുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, അവർക്ക് ഇന്ധനം നൽകുന്നു, അതായത് പാർക്കിംഗ് ബേ, അതായത് ഫീസ് അതെല്ലാം തന്നെ വാങ്ങാതെ ഇപ്പോൾ സൗജന്യമായിട്ട് ഏതാണ്ട് ഒരു ദിവസം 27,000 ചില്ലുവാനെന്തോ രൂപയാണ് പാർക്കിംഗ് ഫീസായിട്ട് കിട്ടേണ്ടത്. ഇതിൻ്റെ ഭാരം വെച്ച് നോക്കുക 27 ടണ്ണം കണ്ടതാണ്. അപ്പോൾ അതനുസരിച്ച് അങ്ങനെ കണക്കാക്കപ്പെടുന്നു. പക്ഷേ ആ പൈസ വേണ്ടാന്ന് പറയുന്നു. ഇന്ത്യ ഇവിടെ കുറച്ചുകൂടെ കാണിക്കുന്നത്, ഇന്ത്യ എനിക്ക് തോന്നുന്നു ഇതിനകത്തൊരു കളിക്കുന്ന പോലെ, അതായത് എന്ത് പറയാനാണ്, ഇവിടെ ഒരു നമുക്കറിയാം UK പോലൊരു രാജ്യത്തെ തട്ടിക്കളിക്കുന്നതിന് തുല്യമായൊരു തോന്നൽ ഉണ്ടെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ? താങ്കൾ എന്താണ് പറയുന്നത്? അല്ല, നമ്മളിവിടെ 2014 വരെയൊക്കെ നമ്മുടെ ബ്രിട്ടീഷുകാരെന്ന് പറഞ്ഞാൽ നമ്മൾ എണീറ്റ് നിന്ന് സല്യൂട്ട് ചെയ്യും. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. പക്ഷേ അതിപ്പോൾ മാറിയിട്ടുണ്ട്. നമ്മൾ പിന്നെ ഏകദേശം ഒരു ഇസ്രായേൽ മോഡലിലേക്ക്, അത്രയും ആയിട്ടില്ല, ഇസ്രായേൽ മോഡലിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പോൾ
അങ്ങനെയൊന്നും ബ്രിട്ടൻ UK എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു 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 അതിവിനയം നമ്മൾ സ്മാർമിയായിരുന്നു ഈ 2014 മുമ്പ് വരെ പല ഭരണാധികാരികളുടെ ഉണ്ടായിരുന്നപ്പം ഡിഫൻസ് പേഴ്സണലിനെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. അതിന് പൊളിറ്റിക്കൽ നേതൃത്വം ഭയങ്കര വിധേയത്വമായിരുന്നു ഈ ബ്രിട്ടീഷുകാരോട്. അല്ലെങ്കിൽ പിന്നെ ഈ ബ്രിട്ടീഷുകാരെ ഈ നമ്മുടെ ഈ ഇന്ത്യൻ സ്റ്റുഡൻസിനെ മൊത്തം അവിടെ കൊണ്ടുപോയി പൈസയും വാങ്ങിച്ച് ഡിഗ്രിയും കൊടുത്തിട്ട് ഇവിടെ ജോലിയില്ല പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ അതൊരു ചീറ്റിംഗ് അല്ലേ. ഇത് എത്രയോ നാളുകൊണ്ട് അവർ ചെയ്യാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ പോയി. ഇപ്പം നമ്മൾ അങ്ങനെ നമ്മളെ കളിപ്പിക്കാൻ പറ്റില്ല. ഇവിടെ ചോദിക്കാനും പറയാനും ആളുകളുണ്ട്. ബ്രിട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വികാരവും തോന്നില്ല. നമ്മുടെ അടുത്ത് സ്നേഹമാണെങ്കിൽ സ്നേഹം. പക്ഷെ പഴയ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളാണ് നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി എന്നും ഞങ്ങളാണ് നിങ്ങൾക്ക് തീവണ്ടി എന്നതും ഞങ്ങളാണ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിച്ച് അതൊന്നും ഇങ്ങോട്ട് പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ ശരിയാണ്. പക്ഷെ അതൊക്കെ അവരുടെ ആവശ്യത്തിനാണ്. ബ്രിട്ടീഷ് ഓഫീസേഴ്സിൻ്റെ ആവശ്യത്തിനാണ് തീവണ്ടിയും ഇലക്ട്രിസിറ്റിയും എല്ലാ സാധനവും ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ അതിന് പകരം അബൌട്ട് $50 ട്രില്യൺ എന്നുള്ള സാധനം ഇവിടുന്ന് അഴിച്ചു മാറ്റിയല്ലോ. അവരുടെ ക്യൂൻ വരെ തലയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന മോഷണ വസ്തു അല്ലേ. മോഷണ വസ്തു ഇംഗ്ലണ്ടിലും ഇന്ത്യയിലും നമ്മുടെ നിയമപ്രകാരം മോഷണ വസ്തു കൈവച്ചിരുന്ന അത് ഒഫൻസാണ്. ക്രൈം കേസ് ക്യാൻ ബി രജിസ്റ്റേഡ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ്. അവർക്ക് അതുകൊണ്ടൊരു എളുപ്പമൊന്നുമില്ല. പക്ഷേ ഇത് പെട്ടുപോയി. അതൊരു സത്യമായ കാര്യമാണ്. നമ്മുടെ രാജ്യം ഇതുവരെ ചെയ്തിട്ടുള്ള നമ്മുടെ പോളിസി മേക്കേഴ്സ്, പോളിസി ഡിസിഷൻ എടുക്കുന്ന റെസ്പോൺസിബിൾ ആയിട്ടുള്ളവർ നല്ല എക്സലൻ്റ് ആയിട്ടാണ് അത് കൈകാര്യം ചെയ്തതെന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം.